കൃപാസനം പ്രസാദപര മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പേര് ആനീസ് പോള്. ഞാൻ വരുന്നത് മഞ്ഞപ്ര ഹോളി ക്രോസ് ഫൊറോന ചർച്ച് ഇടവാംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ 19 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം കടബാധ്യത മൂലം വല്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീട് വിൽക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു. 4 വർഷം കൊണ്ട് വീട് വിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ വല്ലാത്ത വിഷമമായി. സാമ്പത്തിക പ്രതിസന്ധി മൂലം വല്ലാതെ കഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നതും. ഉടമ്പടി എടുത്ത് ഒന്നാമത്തെ പുതുക്കൽ കഴിഞ്ഞ് ആദ്യത്തെ മാസം തന്നെ ഞങ്ങളുടെ സ്ഥലം വിറ്റു, ഞങ്ങളുടെ ബാധ്യതകളൊക്കെ തീർത്തു. അങ്ങനെ ആ വിഷയം അവിടെ സമാധാനത്തിൽ മാതാവ് പരിഹരിച്ചു തന്നു. രണ്ടാമതായി എനിക്കൊരു മോളുണ്ട്. അവൾ നേഴ്സാണ്, കാനഡയിലാണ് ജോലി ചെയ്യുന്നത്. അവർ 2022 മെയ് മാസം വന്നു. അവളുടെ വിവാഹമായിരുന്നു മെയ് 15 വിവാഹം കഴിഞ്ഞു. 23 അവർ തിരിച്ചു പോയി. അവിടെ ചെന്ന് ഒരു ഒക്ടോബറൊക്കെ ആയപ്പോഴത്തേക്കും അവളുടെ വയറിൻ്റെ അടിവശം ഒരു ചെറിയ തടിപ്പ് പോലെ കണ്ടു. അപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു തടിപ്പുണ്ട് മമ്മി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, പണ്ടൊക്കെ ഇങ്ങനെ കടലയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്ത് മാറ്റും. അപ്പോൾ ഞാനും അത് തന്നെ പറഞ്ഞു കൊടുത്തു. അത് ചെയ്തിട്ട് കൊച്ചിന് മാറിയില്ല. പക്ഷെ അവരോട് പറഞ്ഞിട്ടും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കൊച്ചിന് പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. ആ ഒരു കാല് നിലത്ത് ചവിട്ടാതെ ഒറ്റക്കാലിൽ തൊങ്കിയാണ് നേരം വെളുത്ത് എണിച്ച് വന്നത്. അപ്പോൾ അവർ ചോദിച്ചാൽ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ചെറിയ തടിപ്പുണ്ട്, എനിക്കിപ്പോൾ ഈ കാല് നിലത്ത് കുത്താൻ പറ്റാനില്ല എന്ന് പറഞ്ഞ് അവരപ്പോൾ തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തു. ഡോക്ടറെ കാണാനായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഹെർണിയയുടെ ആയിരിക്കുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എങ്കിലും അതവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട, സർജറി ചെയ്ത് നമുക്ക് ബയോപ്സി ടെസ്റ്റിന് അയച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തു, ടെസ്റ്റിന് അയച്ചു. 19 റിസൾട്ട് വന്നപ്പോൾ അതിനകത്ത് ക്യാൻസറിൻ്റെ സെല്ലുകളുണ്ടെന്ന് പറഞ്ഞു. വീണ്ടും അവർ ബാക്കിയുള്ള ടെസ്റ്റുകൾ, സ്കാനിങ്ങുകൾ, ബ്ലഡ് ടെസ്റ്റ്, എക്കോ ടെസ്റ്റ്, അങ്ങനെ കുറേ ടെസ്റ്റുകളൊക്കെ നടത്തി. കൊച്ചിൻ്റെ യൂട്രസും ഓവറിയും ട്യൂബും എല്ലാം സ്പ്രെഡായി, എല്ലാം നീക്കം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ജനുവരി 31 സർജറി നടത്തി, എല്ലാം എടുത്തു കളഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും അവൾക്കൊരു സങ്കടമോ വിഷമോ ഒന്നും കണ്ടില്ല. ഒരു പനി വന്ന പോലെ കരുതിയാൽ മതി, മമ്മി വേറെ വിഷമമൊന്നും വിചാരിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല, എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കണേ. അപ്പോൾ നമുക്കങ്ങനെ ചെറിയൊരു ധൈര്യം നമുക്കും കിട്ടി. ഇതിലേറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 19 ഈ തടിപ്പ് കൊച്ചിന് കാണുന്നത് 10 ഒക്ടോബർ 10. ഞാനത് ഉടമ്പടിയിൽ വെച്ച വിഷയമൊന്നും അല്ലല്ലോ. പക്ഷേ മാതാവ് 3rd സ്റ്റേജ് കഴിഞ്ഞിട്ടും ആ പരുവം വരെ വെച്ചുകൊണ്ടിരുന്നിട്ട് ആ സമയത്ത് തന്നെ കാണിച്ചു തന്നെ ഞാൻ ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമാണെന്ന് പൂർണ്ണമായിട്ടും ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അതും കാണാൻ നമുക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആ വിഷയം പറഞ്ഞണം, യൂട്രസും ഓവറിയും ട്യൂബും എല്ലാം എടുത്തു കളഞ്ഞു. ഇപ്പോൾ കീമൊക്കെ കഴിഞ്ഞ ആൾ സുഖമായിട്ടിരിക്കണു. ആൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഉള്ളിൽ വിഷമമൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളെ കാണിക്കാറില്ല. അപ്പോൾ അതങ്ങനെ ഒരു രണ്ടാമത്തെ സാക്ഷി എൻ്റെ അതാണ്. മൂന്നാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് ഒരു മകനുണ്ട്. അവനിപ്പോൾ 6 വയസ്സായി. അവന് 6 മാസം വരെ അവനൊരു കുഴപ്പമില്ല. അവൻ നല്ല ആക്റ്റീവായിരുന്നു. എല്ലാ മക്കളെക്കാളും 6 മാസത്തിലൊരു കൊച്ചു കാണിക്കുന്ന കാര്യങ്ങളെക്കാളും കൂടുതൽ അവൻ കാണിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുക അവൻ 6 മാസം ഒരു ഫിക്സ് ഉണ്ടായി. ആ ഫിക്സ് ഉണ്ടായതിന് ശേഷം അവൻ എഴുന്നേറ്റിട്ടില്ല. അവനെ കിടത്തിയാൽ എങ്ങനെ കിടക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ നിവർത്തി കിടത്തും, എണിച്ചിരിക്കും, സംസാരിക്കില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അവന് ഫിക്സ് ഉണ്ടാവണത് കൊണ്ട് 125 പ്രാവശ്യത്തിന് മേലെ ഒരു പ്രാവശ്യം അവന് ഫിക്സ് ഉണ്ടാവും ഒരു ദിവസം. അത് ചിലപ്പോൾ 10 സെക്കൻഡ് തുടങ്ങി അരമണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. അതും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും വല്ലാത്തൊരു വിഷമമായി. മോന് തീരാത്തൊരു ദുഃഖമായി. കാരണം പുറത്തിറങ്ങാൻ പറ്റാനോ അവർക്ക് ജോലിക്ക് പോകാനോ പറ്റാത്തൊരവസ്ഥയായി. കൊച്ചിനാണെങ്കിൽ ബോഡി പെയിൻ, വല്ലാത്ത ബോഡി പെയിൻ, കൊച്ചിനെ അനക്കാൻ പറ്റില്ല. കൊച്ചിനെ 6 വയസ്സായെങ്കിലും ഞങ്ങളൊന്നും ഇന്നേവരെ കണ്ടിട്ടില്ല. കൊച്ചിനെ യാത്രയ്ക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് അവരിതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കൊച്ചിൻ്റെ ഈ ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ച ഉടമ്പടി തന്നെ ഞാൻ കൊച്ചിന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് രണ്ടാമത് ഉടമ്പടി പുതുക്കി. അതിനുശേഷം ഇപ്പോൾ ഫിക്സ് ഉണ്ടാവുന്ന കുറഞ്ഞ് അവന് വളരെ കുറഞ്ഞു. ഇപ്പോൾ തീരെ അവനൊരു പ്രാവശ്യം പോലും ഉണ്ടാവാറില്ല. അതങ്ങനെ
പിന്നെ ഫുഡ് കൊടുക്കുന്നതാണേലും അവനെ മൂക്കി കൂടെ കൊടുത്തുകൊണ്ടിരുന്ന ട്യൂബ് ഇട്ടിട്ട് ലിക്വിഡായിട്ട് ജ്യൂസ് അടിച്ച് കൊടുത്തുകൊണ്ടിരുന്നു. ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്യൂസൊന്നുമല്ല, അവരുടെ എന്തോ കൊടുക്കുന്ന പല പല പൊടികളും മരുന്നുകളും എല്ലാം ചേർത്തിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മൂക്കിൽ നിന്നുള്ള ട്യൂബ് വയറ് തുളച്ച് വയറ്റിലേക്ക് ഇട്ടിട്ട് വയറ്റിൽ കൂടി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഉടമ്പടി പുതുക്കി കഴിഞ്ഞതിന് ശേഷം അവന് വായയിൽ കൂടി ലേശം കൊടുത്തു തുടങ്ങി. അവൻ 5 വയസ്സായിട്ടും വായക്കടെ ഫുഡ് കഴിക്കാൻ പറ്റിയൊരിതാണെന്ന് അവനറിയില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ തൊട്ട് കൊടുത്ത് പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവനത് അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു തുള്ളി കൈവിരൽ കൊണ്ട് തൊട്ട് കൊടുത്ത് ഇപ്പോൾ അവൻ സ്പൂണിലൊരു 3-4 സ്പൂണൊക്കെ അവൻ വായയിൽ കൂടിയും കഴിക്കും. ഫിക്സ് ഉണ്ടാവി ലെൻസിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്യൂബ് ഇട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതുപോലെ തന്നെ കരച്ചിൽ, വല്ലാത്തൊരു കരച്ചിലായിരുന്നു ബോഡി പെയിൻ കാരണം. ഇപ്പോൾ ആ ബോഡി പെയിനൊക്കെ കുറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഒരു ലേശം കരച്ചിലൊക്കെ ഉണ്ടാവും. അത് വിട്ടിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അവനെ കൊണ്ടില്ല. അപ്പോൾ അങ്ങനെ ആ സാക്ഷ്യം അങ്ങനെ. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഷുഗർ കൂടുമ്പോൾ വല്ലാത്തൊരു വിശപ്പായിരുന്നു. സഹിക്കാൻ പറ്റാത്ത വിശപ്പെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും ഒരു മരണവെപ്രാളം പോലത്തെ ഒരു വിഷമമാണ്. എനിക്ക് ഒരു ദിവസം അങ്ങനെ കഴിക്കാനും പറ്റില്ല, ഷുഗർ കൂടുമല്ലോ. അപ്പോൾ ഞാനൊരു ദിവസം ഇതുപോലെ തന്നെ മാതാവിനോട് കരഞ്ഞു തന്നെ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, എനിക്ക് എന്നിൽ നിന്ന് ഈ രോഗത്തെ എടുത്തു മാറ്റി, ഈ പിശാചിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റി തന്നെ. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വിശപ്പാണ്, കഴിക്കാനും നിവൃത്തിയില്ല. ആ പറഞ്ഞ സെക്കൻഡിൽ തന്നെ ആ രോഗം എൻ്റെ മാറി. എനിക്ക് ഇന്നേ വരെ ഒരു 3-4 മാസമായിട്ട് ഇന്നേ വരെ എനിക്കതുണ്ടായിട്ടില്ല. ഞാൻ നോർമലായി തന്നെ ഭക്ഷണം കഴിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ സാമ്പത്തികമായി ഞാൻ പറഞ്ഞല്ലോ, കടം വന്ന് വീട് വിറ്റു. ഇപ്പം ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ 2-2.5 കിലോമീറ്റർ അകലെ ഞങ്ങൾക്ക് വീട് കിട്ടിയത്. ഇപ്പോൾ എനിക്ക് പള്ളിയിൽ വരാനൊക്കെ ഒരാക്കടെ അതേ പറഞ്ഞ കൂട്ട് വേണം, കൂട്ടില്ലാതെ വരാൻ പറ്റില്ല. അതും എനിക്കൊരു വല്ലാത്തൊരു വിഷമമായി. ഞാൻ എന്നും 4:45 ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം പോലും മുടങ്ങാതെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ വിഷമമായപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ വീട് അന്വേഷിക്കും. പലരോടും പറഞ്ഞു, ആരും അന്വേഷിച്ചിട്ട് ഞങ്ങൾക്കൊരു വീട് കിട്ടിയില്ല. പിന്നെ ഞാൻ മാതാവിനോട് തന്നെ പറഞ്ഞു, എൻ്റെ മാതാവ്, എനിക്ക് എന്താണേലും പള്ളിയിൽ പോകണം, അമ്മ തന്നെ എനിക്കൊരു വീടെടുത്ത് തന്നെ, എന്നാലും ശരിയാവുള്ളൂ. ഞാൻ അന്വേഷിച്ചിട്ട് ഒരു സ്ഥലത്തും എനിക്ക് കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞ ദിവസം കൊണ്ട് തന്നെ വീട് പറഞ്ഞാൽ പള്ളിയുടെ തൊട്ടടുത്ത് 2 മിനിറ്റ് യാത്ര ചെയ്താൽ ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പാകത്തിനൊരു വീട് റെഡിയായി കിട്ടി. അങ്ങനെ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തന്ന അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഈശോയ്ക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളെല്ലാവരോടൊപ്പം ഞങ്ങൾക്കുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഓർഫനേജുകളിൽ അവർക്ക് കഴിക്കാനുള്ള ഫുഡിന്, അവർക്ക് ഫുഡായിട്ട് വേണ്ടാന്ന് പറഞ്ഞു, അതിനുള്ള സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ 2-3 സ്ഥലത്തായിട്ട് പല പ്രാവശ്യങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പോണ വഴി കുറേ പത്രങ്ങളൊക്കെ കൊടുത്തിട്ട് പോവും. പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ കൊടുക്കും, അടുത്തുള്ള വീടുകളിൽ, അങ്ങനെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കൊടുത്ത് പത്രങ്ങളൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ പള്ളിയിലെ പ്രാർത്ഥനയാണെങ്കിലും വീട്ടിലെ പ്രാർത്ഥന എല്ലാം ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇത്രയും ദൈവികമായി ജീവിക്കാൻ പറ്റിയത് തന്നെ. അതുവരെ ഇത്രയും കൃത്യമായിട്ടുള്ളൊരു പ്രാർത്ഥനയോ പള്ളിയിൽ പോകുന്നുണ്ടായിട്ടില്ല. ഇപ്പം എല്ലാ കാര്യങ്ങളും മാതാവിനോടൊപ്പം നിന്ന്, ഈശോയോടൊപ്പം നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ജീവിക്കുന്നു. സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്നു. അമ്മയ്ക്ക് ഒരിക്കൽ കൂടി കോടാനുകോടി നന്ദി പറയുന്നു. ആവേ 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 മരിയ.